ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? കൈലാസം. അപ്പൊ കൈലാസം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈലാസത്തിനെ പറ്റി നമുക്ക് അറിയാം. കൈലാസം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ശിവനെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ കൈലാസം എന്തെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം നമുക്ക് നോക്കാം. എന്താണ് കൈലാസം? നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കൈലാസം എന്ന് പറയുമ്പോൾ നമുക്ക് ശിവനാണ് ഓർമ്മ വരുന്നത്. അതായത് ഹിന്ദു മിത്തോളജി പ്രകാരം ശിവന്റെ സ്ഥലമാണ് കൈലാസം. പക്ഷേ ഹിന്ദു മിത്തോളജി മാത്രമല്ല, ഈ ബുദ്ധമതത്തിലും ജൈന മതത്തിലും എല്ലാത്തിലും കൈലാസത്തെ പറ്റി പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇന്ത്യ ചുറ്റിപ്പറ്റിയുള്ള ഈ മതങ്ങൾക്കെല്ലാം ഈ ഒരു കൈലാസത്തിലോട്ടൊരു കണക്ഷൻ വന്നു എന്നുള്ളൊരു സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കൈലാസത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ എല്ലാ മതങ്ങളെയും സെൻട്രൽ പോയിന്റ് ആയിട്ട് എന്തുകൊണ്ട് കൈലാസം വരും, അതാണ് നമ്മളെ ചർച്ചാ വിഷയം. പിന്നെ അതിനെപ്പറ്റി പറയാൻ ഒരുപാട് റൂമറുകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അവിടുത്തെ ഒരു ടൈം ഡിഫറൻസ് ആണ്, അല്ലേ? അതായത് 14 ദിവസം കൊണ്ട് നമ്മളെ ഇവിടെ ശരാശരി ഒരാളുടെ ജീവിതത്തിൽ 14 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യം അവിടെ 12 മണിക്കൂർ കൊണ്ട് നടക്കും. അതായത് നമ്മളൊരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ 12 ദിവസം കൊണ്ട് നമ്മളെ മുടി നഖമൊക്കെ വളരണത് അവിടെ 12 മണിക്കൂർ കൊണ്ട് നടക്കും. അതായത് ഭൂമിയിലെന്നല്ല, നമ്മളെ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടെ 1 മണിക്കൂർ കൊണ്ട് നടക്കും എന്നൊക്കെ ഉള്ള റൂമറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പല വീഡിയോസിലൊക്കെ പല പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മളത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ കറക്റ്റ് ആവും? എനിക്ക് വിശ്വാസം. അതാണ് എനിക്കത് കേട്ടിട്ട് അങ്ങോട്ട് ഈ ടൈം ട്രാവൽ എന്നൊക്കെ ഉള്ളത് നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെ കണക്ട് ആവും? ഇത് ഇന്റർസ്റ്റെല്ലർ സിനിമയിലൊക്കെ ഈ ഒരു സംഭവം പറയുന്നത് സ്പേസിൽ സമയം വേറെ രീതിക്കാണ് പോകുന്നത്. ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോ കൈലാസം നമ്മുടെ ഇന്ത്യയുടെ അല്ലെ ചൈനയിലാണ് കൈലാസം വരുന്നത്, ടിബറ്റ് ഏരിയയിലാണ് നമ്മുടെ ഹിമാലയ ആണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു കഥ വന്നു, അങ്ങനെ പറയപ്പെടുന്നു എന്ന് എന്തോ ഒരു മനസ്സിലാത്ത കാര്യമാണ്. പക്ഷെ സയന്റിഫിക്കലി ശരിയല്ല. അതാണ് ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ എത്ര ഒരു 60, ഇപ്പൊ ഒരു ആവറേജ് അല്ലേ 60 വയസ്സല്ലേ? 60 വയസ്സ് വരെ ജീവിക്കുവാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ. അവിടെ 3 വർഷം മരണം സംഭവിച്ചു കഴിഞ്ഞു. അത് തന്നെ അതന്നെ ശരിയാവും. ലോജിക്കലി കറക്റ്റ് ആവും. അതാണ് ലോജിക്കലി അതെങ്ങനെ കറക്റ്റ് ആണ്. അതുപോലെ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഇപ്പൊ ഹിമാലയ എന്നല്ല, കൈലാസത്തിന് വേണ്ടി ഇപ്പൊ കൈലാസത്തിലോട്ട് പോണ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ പോകുമ്പോ അവിടത്തെ കാലാവസ്ഥയും പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുക. അത് പോസിബിൾ ആണ്, ഓക്കെ, സമ്മതിച്ച്. പക്ഷെ ഇതെങ്ങനെ ചിലപ്പോ അത് ഒന്ന് കഥ മാത്രമായിരിക്കും. ഓക്കെ, അതിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കൈലാസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് അല്ലേ, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു താമര മുട്ടില്ലേ, താമര, അതായത് ചുറ്റും എതളുകള് നടുക്കൊരു, അങ്ങനെയാണ് ആ കൈലാസത്തിന്റെ ഒരു ഷേപ്പ് പോകുന്നത്. അതായത് മേളിൽ നിന്ന് എന്തോ വന്ന് വീണ് ഇരിക്കുന്നത് പോലെയാണ്, ചുറ്റുമുള്ള മലകൾ സ്പ്രെഡായി പുറത്ത് പോകുന്ന പോലെ ഒരു ഷേപ്പിലാണ് അതിരിക്കുന്നത്. അപ്പം അങ്ങനെയും പറയുന്നുണ്ട്, മുകളിൽ നിന്ന് വന്നതുപോലെ ഒരു ഏലിയന്റെ ഷിപ്പാണ് ഈ കൈലാസം എന്ന് പറയുന്ന കഥകളുണ്ട്. അതാണ് നമ്മൾ അതിലോട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു കാര്യം അല്ലേ? അതായത് ഇപ്പം കൈലാസത്തിന്റെ ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഉള്ള, ഇപ്പൊ നേരത്തെ താമര മൊട്ടിന്റെ മറ്റേ ഏതാണെന്നൊക്കെ പറഞ്ഞ നമുക്ക് സൈഡിലുള്ള മലകളുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ഇത് വേറെ എവിടെ നിന്നോ വന്ന് പതിച്ച കണക്കാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ചുറ്റുമുള്ള മലകൾക്കൊക്കെ വേറെ ഒരു ടെക്സ്ചർ, അത് തന്നെ. ഇത് മാത്രം നല്ല ബ്ലാക്ക് കളറിൽ മെറ്റാലിക് ആയിട്ട് ഇരിക്കുന്നു. പിന്നെ അതിന്റെ ഈ ഒരു നമ്മള് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അതൊരു പിരമിഡ് ഷേപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. ഏലിയന്റെ അതുപോലത്തെ. അതായത് നമ്മളിപ്പോ നേരത്തെയും നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ കൽക്കി സിനിമയൊക്കെ ഇല്ല, അതിനകത്ത് ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കാര്യം പറയണം. അതും ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പാണ്, ആകാശവും ഭൂമിയായിട്ട് കണക്ട് ചെയ്ത ഒരു സാധനമാണ്. സാധാരണ ജനങ്ങൾക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റില്ല. ഇത്ര എമൗണ്ട് ഇത് കാര്യങ്ങളുള്ളതൊക്കെ മാത്രമേ അതിനകത്തോട്ട് കാണും. അതിൽ ആ പാട്ട് സീനിലൊക്കെ, പ്രവാസിന്റെ പാട്ട് സീനിലൊക്കെ അതൊരു സ്വർഗം പോലെയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് കൈലാസം എന്നാണ് പറയുന്നത്. പിന്നെ ഇതുവരെ ആരും പോയിട്ടില്ലല്ലോ കൈലാസത്തില്, ആരും കീഴടക്കിയിട്ടില്ല. അത് പോയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എടാ, സംഭവം പോവാതിരിക്കാൻ വേറൊരു കാര്യമുണ്ടോ, അവിടെ ഈ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ കാൽപ്പാത അവിടെ പതിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പല പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അനുമതിയില്ല അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതും ഒരു കാരണമാണ് അവിടെ കീഴടക്കാതിരിക്കാനുള്ള.
അത് ശരിയാണ്. ഓരോ അതിലും ഇതിപ്പോ അവിടെ ആർക്കും കയറാൻ പറ്റത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അഥവാ ഒരാൾ കയറിയ ആ വിശ്വാസം ഇല്ലാതാവുകയാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ കെയർ ചെയ്യുക, അയാൾക്ക് വഴിയിൽ വെച്ച് ഇന്നത് സംഭവിക്കും എന്നുള്ള ഒരു പേടി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മളെന്നല്ല ആര് ശ്രമിച്ചാലും അതിനുള്ള ഒരു പേടി മനസ്സിൽ കാണുമല്ലോ. അത് പിന്നെ ഈ ഇംഗ്ലീഷുകാര് അങ്ങനെയില്ല, പേടി എന്നുള്ള അതിനെങ്ങനെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് അവര് ചിന്തിക്കും. അതാണ് ഇവിടുത്തെ കുഴപ്പം. അതുപോലെ തന്നെ പിന്നെ മറ്റേ ഓം എന്ന സിംബലിന്റെ കാര്യം, അത് ഈ കൈലാസന്റെ ഇപ്പുറത്തുള്ള ഒരു മലയാണ് ഈ ഓം പർവ്വതം. അതില് എന്താണ് മഞ്ഞ് വീഴുമ്പോ ഓമിന്റെ ഷേപ്പില് അങ്ങനെ ഒരു അത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോ അത് ലോജിക്കലി അല്ലെങ്കിൽ അങ്ങനെ അതിപ്പോ നമ്മളിപ്പോ അവിടെ ഓമാണ് എന്ന് പറഞ്ഞ നോക്കുമ്പം ഓമായിട്ട് തോന്നൂല, അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ. പക്ഷെ ഈ ഓമും ഇതായിട്ട് എങ്ങനെ ശിവനുമായിട്ട് അത് ശരിയാണ്. അങ്ങനത്തെ ഒരു രൂപത്തില് പക്ഷെ എനിക്ക് ഈ ഞാൻ പറയാന്ന് വെച്ചാ ഈ കൈലാസ പർവ്വതവും ഈ ഒരു ഓം പർവ്വതം ഇതെല്ലാം ഉണ്ടായതിനു ശേഷം തന്നെയല്ലേ ഈ മതവും ഓം ചിഹ്നമൊക്കെ ഉണ്ടായത്. ഇപ്പൊ ഈ ഓം എന്ന് ഒരു മതത്തിൽ എഴുതിയതിനു ശേഷം അവിടെ ഓം എന്ന രീതിക്ക് മഞ്ഞു വീഴാൻ തുടങ്ങിയതല്ല. അല്ല, ഇത് കണ്ടതിന് ശേഷം ഓം എന്ന് എഴുതപ്പെട്ടതാവാം. അങ്ങനെ ആവാം. ഇപ്പൊ ആദ്യം നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആൾക്കാര് ആദ്യം കണ്ട കാര്യങ്ങളല്ലേ എഴുതണം. അപ്പൊ അങ്ങനെ എഴുതിക്കൂടെ ലോജിക്കലി നമ്മൾ നോക്കുമ്പോ? അത് തന്നെ. ഇപ്പൊ ഗുഹാചിത്രങ്ങളായാലും അവരെ പുലി ആക്രമിക്കാൻ വരുമ്പോ അവര് കുത്തിവെക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അതുപോലെ ഈ ഒരു പർവ്വതത്തിൽ ഇങ്ങനെ ഒരു സിമ്പല് കണ്ടപ്പോ അവരെഴുതി വെച്ചതായിക്കൂടെ ഓം എന്നൊരു സിമ്പല്? അങ്ങനെ ആവാം. ഇതാണ് ശരിയെന്ന് നമുക്കറിയത്തില്ല, അങ്ങനെ ആവാം. അതുപോലെ പഴയ കാലത്തെ മറ്റേ ഇതിന്റെ കുറെ പിക്ചേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കൊത്തി വെച്ചേക്കണത് മറ്റേ ആകാശത്തു നിന്ന് ഒരു പേടകം വന്നിരിക്കണ പോലത്തെ ഒരു ഷേപ്പിലാണ് കൊത്തി വെച്ചേക്കുന്നത് ഗുഹാചിത്രങ്ങൾ. ചില ഗുഹാചിത്രങ്ങളിൽ അങ്ങനെയാണ് വെച്ചേക്കണത്. അപ്പൊ നമ്മളത് നോക്കുമ്പം ഏലിയൻസിന്റെ ഒരു കൺസെപ്റ്റിലോട്ടാണ് ഇത് ചെന്ന് എത്തണത്. അതായത് പണ്ട് കാലത്ത് ഒരു ഏലിയൻ പ്രസൻസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. രണ്ട് നദി അപ്പുറത്തും ഇപ്പുറത്തും. അതില്ല, നോർമൽ അതായത് മാനസ സരോവരം, പിന്നെന്തൊരു രാക്ഷസദൾ. ഈ രണ്ട് നദിയല്ല, തടാകങ്ങളാണ്. അത് ഒന്ന് ചന്ദ്രന്റെ ആകൃതിയും ഒന്ന് സൂര്യന്റെ ആകൃതിയും പറയുന്നുണ്ട്. അത് ആകൃതി എന്നുള്ളതല്ല, അതിൽ ഒന്നില് ഉപ്പുരസവും ഒന്നില് നോർമൽ വാട്ടറാണ്. പക്ഷെ ഇപ്പൊ സാധാരണ അവിടുത്തെ ഒരു നദിയിൽ ഇത് വെച്ചിട്ട് അവിടെ നോർമൽ വാട്ടറാണ് വരേണ്ടത്. പക്ഷെ ഒന്നിലെങ്ങനെ ഉപ്പുരസം വന്ന് അത് സമുദ്രമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് പക്ഷെ വേറൊരു കാര്യം, ഈ ഒരു സ്ഥലത്ത് വാട്ടർ കണ്ടന്റ് ഒരു സാൾട്ട് കണ്ടന്റ് വരുന്നെങ്കിൽ അത് മറ്റേ വാട്ടർ അവിടെയുള്ള ഓരോ മിനറൽസിൽ തട്ടി വരുമ്പോഴത്തേക്കാണ് അതിന് ഒരു സാൾട്ട് കണ്ടന്റ് വരുന്നത്. ഈ രാക്ഷസ തള്ളെന്ന് പറയുന്ന ഈ തടാകത്തില് ഇങ്ങനെ ഒഴുകി ഉണ്ടായ തടാകമാണത്. പക്ഷെ ഇപ്പുറത്തുള്ള മാനസ സരോവരം മഴ പെയ്തുണ്ടായ തടാകമാണ്. അപ്പൊ അത് ഫ്രഷ് വാട്ടറല്ലേ ആവുള്ളൂ. അങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വന്നത്. സത്യം പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഷേപ്പിന്റെ കാര്യമില്ല. ഷേപ്പിന്റെ കാര്യത്തില് ഈ ചന്ദ്രനും സൂര്യനും നമ്മളിപ്പം ഈ ഗൂഗിൾ മാപ്പിൽ കൂടെ നോക്കിയ ഈ രാക്ഷസകള് ഇങ്ങനത്തെ ഒരു സീ പോലെ കിടപ്പുണ്ട്. പക്ഷെ ചന്ദ്രന്റെ ആകൃതി അല്ല അത്. മറ്റേത് സൂര്യന്റെ ആകൃതിയും അല്ല. ചിലപ്പോ അവിടെ നിൽക്കുന്ന ഒരാൾക്കല്ല തോന്നാം. ഇപ്പൊ നമുക്ക് സൂര്യന്റെ ആകൃതി ചന്ദ്രന്റെ ആകൃതി അന്ന് കാലത്ത് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം ഗൂഗിൾ മാപ്പ് എല്ലാം വന്നതിന് ശേഷം അതിനൊരു വാലിഡിറ്റി ഇല്ല ആ ഒരു കഥയ്ക്ക്. അതുപോലെ പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പം അങ്ങോട്ട് ദഹിക്കുന്ന സ്ട്രക്ചർ അല്ല. പല മാജിക്കൽ സംഭവങ്ങളും അവിടെ നടക്കണുണ്ട്. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ പേടകം പോലെ ഇപ്പൊ കൈലാസം വന്നിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന് ചിലപ്പോ ഒരു മാജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ പവർ കാണാം. ചിലപ്പോ അങ്ങനെയും ചിലവര് പറയുന്നുണ്ട് ഇതിലിങ്ങനെ ഉപ്പുരസം വരണത് സമുദ്രമായിട്ട് ചെറിയ ഇതിന്റെ കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോ ചിലവർക്ക് അങ്ങനെയും വിശ്വാസങ്ങളും വരണുണ്ട്. പക്ഷെ ഇത് ചെന്നെത്തണതല്ല ഏലിയൻസിന്റെ തൊട്ടും പല കാര്യങ്ങളിലോട്ടാണ്. അത് പക്ഷെ എങ്ങനെ ഇത് പിന്നെ ഈ പൗർണമി നാളുകളിൽ ഈ മാനസ സരോവരത്തിൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങളും എന്തൊക്കെയോ വെളിച്ചങ്ങളും പോകുന്നതായിട്ടൊക്കെ കാണും എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ചിലപ്പോ ഈ അവര് വിശ്വസിക്കുന്നത് മേളിൽ നിന്ന് അപ്സരസുകളും ഗന്ധർവന്മാരൊക്കെ വരുന്നു എന്നാണ്.
അത് ഇനി നീ പറഞ്ഞ പോലെ ഏലിയൻസ് വരുന്ന ആയിക്കോടി. അത് ശരിയാണ്. നമുക്ക് എന്താണ് നമ്മൾ ആരെയും കണ്ടിട്ടില്ല. ഇല്ല, നമ്മളവിടെ പോയി കാണാൻ നമുക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റൂല എന്താണ് അതിന്റെ അകമല്ലേ. അതിന്റെ അകത്തെ പറ്റിയും പറയുന്നുണ്ടല്ലോ. അതിന്റെ അകത്തൊരു ടൗൺ വരെ ഉണ്ടെന്ന് പറയുന്നവരാണ്. അതാണ് നമ്മളെല്ലാരും മനസ്സിൽ അങ്ങനെയാണ്. കൈലാസനാഥനിൽ കണ്ട പോലെ ഒരു കൈലാസം, അവിടെ ശിവൻ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു പറയുന്ന ടൈമില് ഇപ്പൊ പലരും ഇങ്ങനെ ഒരു ടൗൺ പോലത്തെ സെറ്റപ്പിലൊക്കെ ഉണ്ടെന്നൊക്കെ പഴയ ആദിമ മനുഷ്യർ ഇങ്ങനെ കൊത്തി വെച്ച് അതിനൊക്കെ ഡീറ്റെയിൽഡ് പഠനങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോ മറ്റേ കൽക്കിയായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അപ്പൊ അതിലെങ്ങനെ ഉണ്ട്, അതിലേക്ക് അതന്നെ കൽക്കി സിനിമയും ഉണ്ടായത് ഇതുപോലത്തെ ഓരോ തോട്ടുകളിൽ നിന്നാണ്. പല ആൾക്കാരുടെ മിക്സർ റിവ്യൂസ് ആണ് പടം ഉണ്ടായത്. പക്ഷെ ഈ ഏലിയൻ എന്നുള്ള കൺസെപ്റ്റില് എനിക്ക് ഒരു യോജിപ്പുണ്ട്. കാര്യം നമ്മൾ സയന്റിഫിക്കലി ചിന്തിക്കുമ്പോ കറക്റ്റ് ആണ്, ലോജിക്കലി പല ഭാഗത്തും കറക്റ്റ് ആകുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ആ കൈലാസം ഇരിക്കുന്ന സ്ഥലത്തുള്ള ആ കൈലാസ പർവ്വതത്തിന് മാത്രം ഒരു ഡിഫറൻസ് ബാക്കിയുള്ള പർവ്വതങ്ങളിൽ നിന്ന് ഒരു ഡിഫറൻസ് വന്നു? അത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ പറയുന്നത് അതിന്റെ ഇത് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ശരിയാണ്, അതിങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. കൈലാസം മെഷർമെന്റുകളെ സയന്റിസ്റ്റുകൾ മെഷർമെന്റുകൾ നോക്കുമ്പോൾ മെഷർമെന്റിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ നമ്മുടെ ഹിമാലയ പർവ്വതവും വളർന്നുകൊണ്ടിരിക്കണം, അതറിയാലോ. അതുപോലെ ഒരു സംഭവമായിരിക്കണം അതും ചിലപ്പോ അങ്ങനെ ചേഞ്ചസ് വരണതായിരിക്കാം. എന്തായാലും അതൊരു മാജിക്കൽ സംഭവമാണ്. ആയിരിക്കാം എന്തെങ്കിലും എന്താണ് അതിനെ പറ്റിയുള്ള കഥകൾ ഇങ്ങനെ പല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് എന്റെ ഒരു കാര്യം. ഇതൊക്കെയാണ് നമുക്ക് കൈലാസത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ നമ്മളോട് പറയണം. നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുപോലത്തുള്ള പുതിയ എപ്പിസോഡുകളുമായി ഞങ്ങൾ ഉടനെ വരാം. അണ്ടിൽ ദെൻ ലൈൻ കട്ട്.